Good evening. Good evening. Good evening, ma'am. Ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Miss. Good evening. Good evening, ma'am. Good evening. മക്കൾസ് എല്ലാം ക്ലാസ്സിൽ റെഡി ആയിരിക്കുകയെന്ന് തോന്നുന്നു അമ്മമാരോടൊപ്പം. Okay, we will have our prayer. Please, if anyone is there, please. Please. വാവകൾ ആരെങ്കിലും പ്രെയർ ചെയ്യാൻ റെഡിയാണോ? കോളില് എഴുതിയേക്കുന്ന ഒരു പ്രേരണ. Human life is a blessing. It is a gift from God. The rising of the morning sun, sunset is also God's blessing. God's blessed children. A life partner is also a gift from God. May God bless you and let life never become a dull one. Thank God. Thank my life. ഓക്കെ, നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? മീൻസ് ഓൾമോസ്റ്റ് ഫസ്റ്റ് വൺ എല്ലാരും തന്നെ കംപ്ലീഷനിലേക്ക് ആയിട്ടില്ലേ? സെക്കൻഡ് തേർഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് വൺ സ്റ്റാർട്ട് ചെയ്തു. ഏതാ എടുത്തേ? റൈം ആണോ സ്റ്റോറി ആണോ? റൈമ് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു 3 സ്റ്റോറി കണ്ടോ മറ്റോ കഴിഞ്ഞു. വെരി ഗുഡ്. റീസേർച്ച് ചെയ്യുന്നു. ജസ്റ്റ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇനീഷ്യലി ബ്ലോക്കിംഗ് ഉണ്ടായിരുന്നോ? എനിക്കിത് പറ്റുമോ റൈം എനിക്ക്? ഇല്ല അങ്ങനെ ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഒരു കാരണവശാലും നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ബ്ലെൻഡർ ആണെങ്കിൽ എനിക്ക് പോരട്ടെ എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ബുക്കിനകത്ത് എഴുതി വെക്കുന്നത് നമ്മൾ മാത്രമാണല്ലോ ഇപ്പൊ ജസ്റ്റ് കാണുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തിരുത്തലാവുകയോ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന തെറ്റുകൾ നമുക്ക് തന്നെ ബോധ്യം വരുന്ന സമയങ്ങൾ ഉണ്ടാവുമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ പറ്റുവാണെങ്കിൽ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ചെറിയ ഗ്രാമർ വ്യത്യാസങ്ങളൊക്കെ കാണുമായിരിക്കും. എന്നാലും ഐഡിയാസ് ഉണ്ടായിരുന്നു. കിട്ടിയപ്പം ഓരോന്നിലൊക്കെ പിടിച്ചു കയറി പിന്നെ കുറച്ച് വായിച്ചൊക്കെയും പിന്നെ എന്താ ഗൂഗിളിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് അത് എന്താണെന്നൊക്കെ കുറച്ച് മോഡലൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു വന്നു. പിന്നെ ഈ സ്റ്റോറി ചെയ്തപ്പോ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് വന്നു. പിന്നെ നമ്മുടെ ഈ ഫോക്ക് സ്റ്റോറി പിന്നെ എന്താ നൊമാഡ് ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു. പിന്നെ അതിപ്പോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കിവിടെ എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചു. അപ്പം അതിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് ഒറ്റ ഓട്ടത്തിന് ഇവിടെ വന്നിട്ടാണ് ക്ലാസ്സിനൊക്കെ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നത്. ക്ലാസ് ഒന്നും മുടങ്ങത്തില്ല. 7:45 ആവും അവിടുന്ന് പ്രെയർ ഒക്കെ തീരാനായിട്ടേ. ഇപ്പോഴേ ഞാൻ അവിടെ നിന്ന് വന്നു. അങ്ങനെ കേറി. അത് പിന്നെ ലിവർ സിറോസിസ് ആയിരുന്നു. ആള് നന്നായിട്ട് എലിക്കർ ഉപയോഗിക്കും. അങ്ങനെ ഒരു 35 വയസ്സേ ഉള്ളൂ ആളിന്. അങ്ങനെ പെട്ടെന്ന് കൂടി ആന്ന്. പക്ഷെ കുഞ്ഞുങ്ങളൊന്നും ഇല്ല. 1 വർഷം ആയിട്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെ ആളങ്ങ് മരിച്ചത്. ആള് BSc നേഴ്സൊക്കെ ആയിരുന്നു. പിന്നെ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നാ മരിച്ച ആള്. അങ്ങനെ ഇല്ല അതിനുള്ള സാധ്യത ഇല്ല. അത് പിന്നെ ജീവിത ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. മുമ്പൊരിക്കൽ ആദ്യം ഇങ്ങനെ ഇതുപോലെ വെന്റിലേറ്ററിലായി പോയെന്നൊക്കെ പറഞ്ഞ് എല്ലാരും ഇരുന്നതാ. അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു. പക്ഷെ അപ്പൊ കിംസിൽ കൊണ്ടു ചെന്ന് എന്തായാലും അതിന് രക്ഷപ്പെട്ടു വന്ന് ഡോക്ടർ മദ്യം എന്ന് പറഞ്ഞ ബോർഡ് വായിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞത്.
പക്ഷെ ഈ പയ്യൻ ആരും പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അതാണ് കഴിച്ചെന്ന് വെച്ചാൽ അതത്രയും നമുക്കൊട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അത്രയും ദയനീയമായ അവസ്ഥയിലായി. എന്നിട്ടും ആരെയും അറിയിച്ചില്ലെന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ. ലാസ്റ്റില് വെന്റിലേറ്ററിലായപ്പോഴാണ് ലൈഫ് പാർട്ട്ണർ ആ കുട്ടിയും അറിഞ്ഞില്ല. അതിനോടൊന്നും പറഞ്ഞില്ലായിരുന്നു. പോയതിന് ശേഷം അവരുടെ അമ്മയും ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഇത് വെള്ളമൊക്കെ അടിക്കുന്നോണ്ടേ. അങ്ങനെ അതിന് അയാൾ ജോലി അയാളുടെ വീട്ടിലായിരുന്നു. കുട്ടി നല്ല വിദ്യാഭ്യാസം ഉള്ളത്, IELTS ഒക്കെ കഴിഞ്ഞിപ്പം ട്രിവാൻഡ്രത്തെങ്ങാണ്ട് ഏതോ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് അതിൽ കയറാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത്. പിന്നെ അങ്ങനെ ഭയങ്കര ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് വായിന്നും മൂക്കുന്നും ഒക്കെ വെന്റിലേറ്ററിലായിട്ട് അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കാണാം ഈ കവിളിന്റെ ഭാഗത്ത് നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ വിയർത്ത് വരത്തില്ലേ, അതുപോലെ ഇങ്ങനെ പൊട്ടി വന്നിട്ട് ബോഡി തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു. എംബാം ചെയ്താ കൊണ്ടുവന്നത്. അവിടുന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ മൊബൈൽ മോർച്ചറി വെച്ചിട്ട് ഏകദേശം അച്ഛൻ നമ്മുടെ പ്രേയറിന് വേണ്ടിയിട്ട് അച്ഛൻ വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പക്ഷെ നമുക്ക് അതൊരു ഭയങ്കര അവസ്ഥയാട്ടോ. അങ്ങനെ വന്നിട്ട് നമുക്ക് കാണുമ്പം കാണുന്നവർക്കൊക്കെ ചിലർക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ ചിലർക്കൊക്കെ തലചുറ്റൽ പോലെയൊക്കെ തോന്നി. ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തനിയെ തന്നെ വരും. ഈ കവിളിന്റെ ഭാഗത്തു നിന്നൊക്കെ പൊട്ടി ഇങ്ങനെ വരുന്ന, പിന്നെ മൂക്കിൽ കൂടെ പിന്നെ പിന്നെ ബ്ലസ്ഡ് ആയിട്ട് എനിക്ക് ആ തോന്നുന്നു. അതാ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചിലര് പറയുമല്ലോ ഇങ്ങനെ എഴുന്നേറ്റ് ഛർദ്ദിക്കാൻ പോകത്തില്ലേ, അതുപോലെയൊക്കെയുള്ള ആ ഒരു ടെൻഡൻസി ആയിരുന്നു. ഈ ബോഡി തന്നെ ഇങ്ങനെ ഈ വൊമിറ്റ് ചെയ്യുന്ന പോലുള്ള ടെൻഡൻസി. അപ്പൊ അതിനു മുമ്പ് തന്നെ വയറൊക്കെ അങ്ങ് വീർക്കുമല്ലോ. ഇവരുടെ കംപ്ലൈന്റ് വന്ന ഓൾമോസ്റ്റ് അങ്ങനെ ആണല്ലോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ചടങ്ങുകളെല്ലാം നടത്തി. അങ്ങനെ വരാതിരിക്കട്ടെ. എനിക്ക് ഒരിക്കലും ഗുഡ് മോർണിംഗ് കണ്ടു. ഞാൻ എപ്പോഴൊക്കെയോ പേര് ചോദിച്ചിരുന്നു തോന്നുന്നു. പ്രദീപ് കൃഷ്ണ എന്നുള്ളത് അത് ആരായിരുന്നു? ആ പേരൊന്ന് പറയാം. ഗുഡ് ഈവനിങ് കണ്ടു. മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. ഞാൻ എന്റെ ഇടയ്ക്ക് മെസ്സേജ് കണ്ടു. പേരാരെന്തായിരുന്നു? പ്രദീപ് കൃഷ്ണ എന്നാണ് പ്രൊഫൈലിലുള്ളത്. ആരായിരുന്നു? മെസ്സേജ് പറയാൻ പറ്റിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചോ. പ്രദീപ് കൃഷ്ണ പ്രൊഫൈൽ ഇതാണ്, പ്രിൻസി എന്ന പേര്. പ്രിൻസി. ഓക്കെ. സോ ലൈക്ക് നമ്മളുടെ ചില ആക്ഷൻസ് കാരണം കുറെ ആളുകൾ ചുറ്റുമുള്ളൊരു സഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സ്മിത പറഞ്ഞത് അല്ലെ. അതിപ്പോ ഇത് തന്നെ ആവണമെന്നില്ല, പലതാകാം. ഈ ലിവർ സിറോസിന്റെ കഥ പറഞ്ഞപ്പോഴാണ് എന്റെ വീടിനടുത്തുള്ള ഭയങ്കര ഫാമിലി ഫ്രണ്ട്സ് ക്ലോസ് ആയിരുന്നു ഒരു ചേട്ടൻ. ആൾക്ക് നല്ലപോലെ ഇതുപോലെ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് തന്നെയുള്ള ലിവർ സിറോസിസ് ആയിരുന്നു. 2 പെൺകുട്ടികളാണ്. മൂത്ത ആൾക്ക് 20 years, ഇളയ ആള് ഹൈസ്കൂൾ അങ്ങനെ എന്തോ. അപ്പോ ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയി. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഡോണറെ ഒക്കെ കണ്ടുപിടിച്ച് വാങ്ങുന്ന ലാക്സ് ഒക്കെ ആവില്ലേ, പിന്നെ ആ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണതിനും ലാക്സ്. അങ്ങനെ ഈ 20 years ആയ മോള്, ഒരു സുന്ദരി മോളാട്ടോ, ആ മോളാണ് ലിവർ കൊടുത്തത്. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും പുള്ളി ഭയങ്കര സങ്കടമായി. മേ ബി ഒരു ഗിൽട്ടി ഫീലിംഗ്. കാരണം ഒരാൾ കൊടുക്കുക എന്ന് പറഞ്ഞാലും അയാൾക്കും സർജറിയാണ് ഇയാൾക്കും സർജറിയാണ്. 2 പേര് സർജറിയിലൂടെ കടന്നു പോവല്ലേ, ക്രിട്ടിക്കൽ തന്നെയല്ലേ. പക്ഷെ കൊടുത്തു. സർജറി കഴിഞ്ഞു. 1 night എങ്ങാണ്ടേ സർവൈവ് ചെയ്തുള്ളൂ, അപ്പോഴേക്കും മരിച്ചു. അപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവള് ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി ലിവർ കൊടുത്തത്. അപ്പം നല്ല കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, സോഫ്റ്റ്വെയർ ഫീൽഡ് ആയിരുന്നു. അവരെന്നിട്ട് ആ കുട്ടി ഹെൽത്തി ആയപ്പോഴേക്കും ആ കമ്പനി തന്നെ അതിന് തിരിച്ച് വീണ്ടും വിളിച്ചു. പ്രൈവറ്റ് ഫാമിലിയൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ. അയാളുടെ ആ ലൈഫ് കൊണ്ട് എന്തോരം ബുദ്ധിമുട്ടുകള് ഫാമിലിക്ക് ഉണ്ടായി. ചിന്തിക്കുന്നില്ല പലരും, അതാണ് പ്രശ്നം. ഓക്കെ. സോ വാട്ട് എവർ ദ എൻവയോൺമെന്റ്, ഗുഡ് ഈവനിങ്. വാട്ട് എവർ ദ എൻവയോൺമെന്റ് നമ്മൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പലപ്പോഴും. ഓക്കെ, നമ്മളിവിടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യാൻ റെഡിയാണോ? സൈൻ ഇൻ, തോട്ട് ഓഫ് ദ ഡേ, അങ്ങനെ എന്തെങ്കിലും മാർക്കെങ്കിലും ഉണ്ടോ? ക്ലാസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആകും, അതുകൊണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത്. സൈൻ ഔട്ട്. പുതിയ ബാച്ചസിൽ അവിടെ ഇടിയാ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത്രയും കുട്ടികളുണ്ട് കേട്ടോ. ഡാൻസും ഒക്കെയാണ് സൈൻ ഇൻ ചെയ്യാൻ വരുമ്പോ. ഭയങ്കര ഡാൻസാ. എക്കുട്ടി കഴിക്കാൻ നോക്കിയവര്. ഞാനൊരു തോട്ട് ഓഫ് ദി ഡേ പറയട്ടെ. തീർച്ചയായിട്ടും. ഇത് വീഡിയോ ഓൺ ചെയ്യണോ? ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. സൈൻ ഇൻ, പ്രെയർ, തോട്ട് ഓഫ് ദി ഡേക്കൊക്കെ വീഡിയോ ഓൺ ആയാൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. കാണാമോ?
കാണാം, ഞങ്ങളങ്ങ് പിൻ ചെയ്യാം. കാണാൻ പറ്റുന്നു. പറയട്ടെ. കുറച്ചുകൂടെ വലുതായിട്ടാണ്. Health is a crown on the head of a healthy person, which can be seen only by a patient. അതായത് ആരോഗ്യം എന്നത് ആരോഗ്യവാനായ ഒരാളുടെ ശിരസിലുള്ള കിരീടമാണ്. അതൊരു രോഗിക്ക് മാത്രമേ തിരിച്ചറിയാനാവൂ. അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ അടുത്ത സമയങ്ങളിൽ കണ്ടിട്ടുള്ള ഇത് മാത്രമല്ല, മിക്കപ്പോഴും നമുക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ കുറച്ചു മുൻപേ നേരത്തെ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. പലപ്പോഴും അത് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഓരോ വസ്തുക്കൾക്കും പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം എന്താണ്, ഒരു കോടീശ്വരന് ഒരു വൃക്കയുടെ തകരാറ് വരുമ്പം അയാളുടെ കയ്യിലിരിക്കുന്ന പണം എത്രയാണോ അതാണ് അദ്ദേഹത്തിന് ആ ഒരു വൃക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള വില എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള ഒന്നിനും വിലമതിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് ദൈവം നമുക്ക് ദാനമായി തന്നെ, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതല്ല. അപ്പോ ഇപ്പൊ എന്നോടോ അല്ലെങ്കിൽ മാമിനോടോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് ആരോടെങ്കിലും നമ്മുടെ ഈ കിന്നി വിരലിന്റെ ഇത്രയും ഭാഗം ഇങ്ങ് തന്നാ മതി, ഒരു 5 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് ഇത് കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. എന്തുകൊണ്ടാ? നമുക്ക് അതിന്റെ വില അറിയാം. പണത്തേക്കാൾ ഉപരി നമുക്ക് ഇതിന് പ്രയോജനം ഉണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്ന നമ്മൾ ആരും ഒരിക്കലും കൊടുക്കത്തില്ല. പക്ഷെ കൊടുക്കത്തില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശവും ഇല്ല. കാരണം നമുക്ക് ഇത് ദാനമായിട്ട് ദൈവം തന്നതാണ്, അല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരോടുമായിട്ടാ പറയാനുള്ളത്. ഇപ്പൊ ഞാനാണെങ്കിൽ കൂടുതൽ ഹെൽത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പല പല പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യം വെച്ചിട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹെൽത്തിനെ അവഗണിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു 45 വയസ്സൊക്കെ ഏകദേശം ഒരു 43 വയസ്സായപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. പതുക്കെ പതുക്കെ തിരിച്ചു പിടിക്കുന്ന എങ്ങനാ? നമ്മൾ ഈ അത്യാവശ്യം മരുന്നുകൾ കഴിച്ചും ഡോക്ടേഴ്സിനെ കണ്ടിട്ടുമാണ് ഇപ്പൊ തിരിച്ചു പിടിക്കുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പലപ്പോഴും ഇത്രയും വഷളാക്കാത്ത നിലയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യം നമുക്ക് അനുവദിക്കുന്നില്ല, നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പം അപ്പൊ ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചു, നിനക്ക് ഇപ്പൊ സാമ്പത്തികം ഉണ്ടായോ? എന്നോട് ചോദിച്ചതാ. ഇപ്പൊ ഒരു 3 മാസം ഒരു ജോലിക്കാരിയെ നിർത്തി വേണം ചെയ്യാനെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്കുള്ള വരുമാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, പെട്ടെന്ന് നടുവിന്റെ ആ ഒരു ഡിസ്ക് തെന്നിപ്പോയെന്ന് വിചാരിക്കുക, ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയുടെ ചെലവ് വരും നമുക്ക്. പക്ഷെ നമ്മൾ ഒരു സെർവന്റിന് അല്ലെങ്കിൽ നമുക്ക് സഹായത്തിന് ഒരാളെ വെച്ചാൽ ഒരു മാസം നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന 10,000 രൂപയായിരിക്കും. അപ്പൊ 30,000 രൂപ 3 മാസത്തേക്ക് കൊടുക്കുമ്പോൾ എവിടെ കിടക്കുന്നു? ഈ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മൂലം ഉണ്ടാകുന്ന ഒരു 6 ലക്ഷം രൂപ എവിടെയുണ്ട്? അന്നേരം അത് സംഭവിച്ചാൽ 6 ലക്ഷം രൂപ സ്മിതയുടെ ഭർത്താവ് എന്ത് ചെയ്യും? കടം മേടിച്ചിട്ടാണെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോഴാണ് ഞാൻ അങ്ങനെ പലതും മനസ്സിലാക്കി. എന്റെ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ ചെന്നിട്ടുള്ള, ദൈവം സഹായിച്ച് ഞാൻ ചെന്നിട്ടുള്ള ഓരോ ഡോക്ടേഴ്സും എനിക്കത് നന്നായിട്ട് ഞാനത് കെയർ ചെയ്യുന്ന കൂട്ടത്തിലല്ല. അത് ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര കെയറിങ് ആണ് തോന്നിയിട്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു സഹോദരൻ ഫീലിംഗ് അല്ലെങ്കിൽ സഹോദരി എന്നുള്ള മട്ടിൽ തന്നെ നമുക്ക് ഓരോ ഡോക്ടേഴ്സും നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദൈവത്തിന്റെ കാര്യത്തെ കുറിച്ച് എന്ന് പറയുന്നത്, എന്റെ മോൻ ഏകദേശം ഒരു 9 മാസം പ്രായമുള്ള മൂത്ത ആളിന്, ഇപ്പൊ അവന് 15 വയസ്സുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ ഒരു അച്ഛന്റെ ധ്യാനത്തിന് അച്ഛൻ ഇങ്ങനെ, അപ്പൊ മൊത്തത്തിൽ അങ്ങ് സ്പീക്കർ കെട്ടിയിട്ടുണ്ട്. അവിടെ ഈ ധ്യാനം നടക്കുന്ന സമയം പള്ളിയിലെ പെരുന്നാളിന്. ആ സമയത്ത് കേട്ട വാക്കാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഈ 15 വർഷത്തിന് ശേഷം പറയുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ, പക്ഷെ ആ 15 വർഷത്തിന് മുമ്പ് കേട്ട ആ കാര്യം ഞാൻ ചിന്തിച്ചത് ഇപ്പോഴാണ്. ചിന്തിച്ചതെന്ന് വെച്ചാൽ ഓരോ പ്രശ്നത്തിനും ഞാൻ പറഞ്ഞില്ലേ സർജറികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 6 സർജറികളും എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ എനിക്ക് ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പരാതിയോ പരിഭവോ ഒന്നുമില്ല. വന്ന അസുഖം എന്ത് തന്നെയായാലും അത് സഹിക്കാനുള്ള സഹനശക്തി നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ ഒരു കാര്യത്തിലും കടമകളിലൊന്നും വിട്ടുവീഴ്ച വരാതെ നമുക്ക് വേണ്ടി കൂടി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന്റെ ഭാഗമാണ് ഭയങ്കര ബിസിയാ എനിക്ക്. രാവിലെ 7:30 തുടങ്ങുന്ന ട്യൂഷൻ 9:15 വരെ കാണും. അതിനുശേഷം ബാക്കിയുള്ള എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഈ അത്രയും ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് അടുത്ത കുട്ടി, ഞാൻ പറഞ്ഞില്ലേ ഒരു കൊച്ചിന് മാത്രം ഞാൻ റീഡിങ്ങിന്റെ എല്ലാം ഞാൻ മുമ്പ് ഷെയർ ചെയ്തിരുന്നല്ലോ, അയാൾ വരും. കറക്റ്റ് 3:30 ആകുമ്പോഴത്തേക്ക് ആ ട്യൂഷൻ തീരും. എല്ലാം സിസ്റ്റമാറ്റിക് ആണ് ആ ടൈം. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ 4 മണിക്ക് അടുത്ത എന്റെ മോൻ സ്കൂളിൽ നിന്ന് വരും. അതിന് മുമ്പ് അവർക്ക് വേണ്ടുന്നിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കും. ഏകദേശം ഒരു 4:30 ആകുമ്പോൾ അടുത്ത ട്യൂഷൻ ഞാൻ കയറും. കറക്റ്റ് ഒരു 7 മണി വരെയെങ്കിലും ഞാൻ അവിടെ ബിസി ആയിരിക്കും.
ആ സമയത്ത് വരുന്ന ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല. അവിടെ ഞാനും ആ കുട്ടികളും മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം തിരിച്ച് താഴെ വന്നതിന് ശേഷം പിന്നെ അത്യാവശ്യം ഒരു നമ്മുടെ പ്രെയർ ഉണ്ട്. അത് കഴിഞ്ഞതിന് ഉടൻ തന്നെ പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ എല്ലാം ഞാൻ അടച്ച് എല്ലാം വെച്ചിട്ട് അത്യാവശ്യം അടുക്കളയൊക്കെ ഒതുക്കിയതിന് ശേഷം കറക്റ്റ് 8 മണിക്ക് വന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. 9 മണിക്ക് ശേഷം പിന്നെ അത്യാവശ്യം നമ്മുടെ പ്രെയറും മറ്റു കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള, പിന്നെ ഹസ്ബൻഡ് 11 മണി ഒക്കെ ആകുമ്പോൾ വിളിക്കും. അപ്പൊ എല്ലാം നമ്മൾ വിചാരിച്ചത് നടക്കും. നമ്മൾ വീട്ടമ്മമാരുടെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ ആ വീട് കംപ്ലീറ്റ് നമ്മുടെ തലയിൽ കൂടെ പോകുന്നതാണ് വിചാരം. ഒന്നുമില്ല, ചുമ്മാതാ അത്. നമ്മൾ ഒരു ദിവസം സുഖമില്ലാതെ കിടന്ന് അവരൊക്കെ നല്ല എന്താ ചെയ്യും, നമ്മുടെ ചുറ്റുമുള്ളവർ ഓടിപ്പോയി ഹോട്ടലിൽ നിന്ന് അവരാരും വിശന്നൊന്നും ഇരിക്കത്തില്ല, അവര് കഴിക്കും അല്ലേ, ഉറപ്പായിട്ടും കഴിക്കും. നമ്മൾ വണ്ടികളാ. നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. അപ്പം ആരോഗ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ തലയിലിരിക്കുന്ന കിരീടം തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ പണം എത്ര വേണമെങ്കിലും പറയും. പക്ഷെ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ പണം വെച്ച് ഒരിക്കലും നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഇതുണ്ട്. ഒരെണ്ണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, അതിനേക്കാൾ ഇരട്ടി ഒരു അനുഗ്രഹം നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ 9 വാതിലടഞ്ഞാലും നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. ടേൺ അറൗണ്ട് ചെയ്തിരിക്കുമ്പം എവിടെയെങ്കിലും ഒരു കിളിവാതിലിന്റെ വെളിച്ചം നമുക്ക് ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സ് തകർത്ത് കളയരുത്. അത് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ അതിനെ കൂട്ടാനേ ഉപകരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമുക്കുള്ള അസുഖത്തെ പറ്റി ചിന്തിക്കുകയും ചെയ്യരുത്. അത് വെച്ചിട്ട് ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് ഞാൻ ഈ പറയുന്നത് ഒരു കടമെടുത്തിട്ടുള്ള അനുഭവമല്ല, എന്റെ സ്വന്തം അനുഭവം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഏകദേശം ചെറിയ പ്രായം മുതലേ എന്താ പറയുന്നത്, നല്ല ദുഃഖത്തിൽ തന്നെ വന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓരോ അനുഭവങ്ങളും നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ പാകപ്പെടുത്താനൊക്കെ നമുക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പിയാണ് ഞാൻ. കാരണം വെച്ചാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ സമയം, രാത്രി ഉറങ്ങാതെ കിടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ചിന്തകൾ വരുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് ഈ ബുക്ക് എടുത്ത് വായിച്ചുകൂടാ, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റത്തില്ല? അപ്പൊ ആ നെഗറ്റീവ് ചിന്ത പോവുകയും ചെയ്യും. മറിച്ച് എന്താണ്, നമുക്ക് വലിയ വിഷമം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത നിലയിൽ നമുക്ക് പോവുകയും ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൂടുതൽ എന്ന് വെച്ചാൽ മനസ്സ് തകർന്നു പോകുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്തയാണ് എപ്പോഴും വീട്ടമ്മമാർക്ക് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ വരുന്നതാണ് അവരുടെ പതനത്തിന്റെ ഒന്നാമത്തെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും നെഗറ്റീവ് മറ്റുള്ളവർ പറയുന്നത് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുകയേ ചെയ്യരുത്. അവര് പറയുന്നത് അവരുടെ കാര്യം, അവര് പറഞ്ഞോട്ടെ, അത്രേ ഉള്ളൂ. അവര് പറയാനുള്ള അതിന് നമുക്ക് സ്വീകരിക്കേണ്ട കാര്യം മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതി. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോഴേ എടുത്ത് ഒറ്റ അറിയുക, അത്രേ ഉള്ളൂ കാര്യം എന്നതാണ്. ഇതാണ് എൻ്റെ ഒരു മോഡല്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു എവരിവൺ. കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ അല്ലെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞത്. സ്മിത, you can read the comments, it's for you. ഓക്കെ, സ്മിത പറഞ്ഞതുപോലെ നമ്മുടെ വിരലിന്റെ ഒരു തുമ്പ് ദൈവത്തിന് കൊടുക്കാമോ എന്ന് ഞങ്ങൾ സെഷനിൽ പിള്ളേരോട് പറയുന്നതായി. ടീനേജേഴ്സ് ആ ഒരു കുട്ടികൾക്ക് അവരൊരു വേറെ സ്റ്റൈലാണല്ലോ. ഓക്കെ, അവർ വേറൊരു സ്റ്റൈലാണല്ലോ. അവരോട് പറയും 10 കോടി രൂപ തരാം, നിങ്ങളുടെ ബുദ്ധിയുടെ പകുതി തരാൻ പറയും. അപ്പൊ ചിലര് ഭയങ്കര മിടുക്കന്മാരോ, പിന്നെ എന്താ തീർച്ചയായിട്ടും തരാം, പകുതി ബുദ്ധി എടുത്തോ, 10 കോടി രൂപ തന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കേ, ആ കിട്ടുന്ന ക്യാഷ് അത് രൂപയാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന അറിയാനുള്ള ബോധം നിനക്ക് ഉണ്ടാവില്ല. ആ പകുതി ബുദ്ധി എടുത്തു കഴിഞ്ഞാൽ അത് നിനക്ക് വെറും കടലാസ് പേപ്പർ ആയിരിക്കും. ബുദ്ധി ഇല്ലല്ലോ, ബോധം പോയില്ല അത്രയും. സോ അത് പറയുമ്പോഴേക്കും അവരുടെ മുഖമൊക്കെ അങ്ങ് മാറും. കുറെയൊക്കെ അവരിൽ ഒരു ഇൻസൈറ്റ് വരും. അങ്ങനെ നമ്മൾ അവർക്കിട്ട് ഇങ്ങനെ ചെറിയൊരു ട്രിഗർ ഒക്കെ കൊടുക്കുക, ഇതുപോലെ സ്മിത പറഞ്ഞ പോലെ. ഓക്കെ, ഫൈൻ. സോ നമ്മള് കളർ ടാബ്ലറ്റ്സ് വെച്ചിട്ട് അതാ പറഞ്ഞത് അല്ലെ, ലാസ്റ്റ് നിർത്തിയത് അതായിരുന്നില്ലേ? ആ കളർ ടാബ്ലറ്റ്സ് വെച്ചിട്ട് കളറിന്റെ ഡിഫറൻസിയേഷനും അതുപോലെ തന്നെ ലാംഗ്വേജ് അവർക്ക് ഫോം ചെയ്യുവാണ്. അവർ സംസാരിക്കാനായിട്ട് തുടങ്ങും. അറിയില്ലേ? അതായത് പാർട്ട് 3 മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 7 നമ്മൾ കഴിഞ്ഞിട്ടില്ല. അത് ഇത്തിരി വലിയ യൂണിറ്റാ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഞാൻ അത് തന്നെ എടുക്കുന്നേ കുറച്ച് ദിവസങ്ങളായി. ഇത് അശ്വതി മാം ഇന്നലെ എടുത്ത ടോപ്പിക് ആയിരുന്നു. ഏതാണ് ഈ സെക്കൻഡ് ഇപ്പോ സ്ക്രീനിൽ വന്നിരിക്കുന്നത്? അശ്വതി എടുത്ത ടോപ്പിക് ആണോ? അല്ല, അശ്വതി പാർട്ട് 4 അല്ലേ നിങ്ങൾക്ക് എടുക്കുന്നേ? അല്ല മാം.
അശ്വതി മാം എടുക്കുന്ന വേറെ പാർട്ടാണ്. പാർട്ട് part 4 4 അല്ലേ? ഇതല്ല. ആ ഇത് പാർട്ട് 3 അല്ലേ? ഇത് പാർട്ട് 3 ആണ്. അശ്വതി മാം ലാംഗ്വേജ് ആണോ എടുക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? പാർട്ട് 4. സോറി മാം, ഇതേ ടോപ്പിക് ഇന്നലെ അശ്വതി മാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്ക്രീനില് എല്ലാം റിലേറ്റഡ് അല്ലേ? ഇത് ഞാൻ പാർട്ട് 3 തന്നെയല്ലേ ഷെയർ ചെയ്തേക്കുന്നത്? കാരണം എനിക്ക് അബദ്ധം പറ്റാ. ഞാൻ പാർട്ട് 3 ഷെയർ ചെയ്തേക്കുന്നത്. നമ്മള് കളർ ടാബ്ലറ്റിന്റെ കാര്യം പറഞ്ഞത്, കളറും മനസ്സിലാവും, അതുപോലെ തന്നെ സെന്റൻസ് മേക്കിംഗ്, അവർക്ക് സംസാരിക്കാനും ലാംഗ്വേജും അവരിൽ ഫോം ചെയ്യും. നമ്മുടെ എല്ലാ ടോപ്പിക്കും കുറെ കണക്റ്റഡ് ആണ്. അശ്വതി മാം പാർട്ട് 4 ആണ് എടുക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മളുടെ ഈ മോഡ്യൂൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഐ തിങ്ക് വി ക്യാൻ ഡു ഇറ്റ് ആഫ്റ്റർ November 15th. നവംബർ മിഡ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് എക്സാം ചെയ്യാമായിരിക്കും എന്നാണ് തോന്നുന്നത്. നവംബർ ലാസ്റ്റ് വീക്ക് 1 വീക്ക് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എന്തോ തരും. ഞാൻ ഒന്ന് കൺഫേം ചെയ്തോട്ടെ നിങ്ങളുമായിട്ട്. അതിന്റെ പാർട്ട് 3 ശരണ്യ മാം സെക്കൻഡ് യൂണിറ്റ് വരെയല്ലേ എടുത്തത്? അത് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്സ് അതെ മാം. അല്ലേ? സിലബസ് ആയിട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ജസ്റ്റ് നോക്കിയിട്ട് എനിക്ക് അതൊന്ന് 3ഉം 4ഉം എടുക്കാനുള്ളതാണോ എന്നൊന്ന് കൺഫേം ചെയ്യാനാണ്. ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റും സെൽഫ് കൺസ്ട്രക്ഷൻ, ഇതാണ് 3ഉം 4ഉം പാർട്ട് 3 യൂണിറ്റ്. അപ്പം പാരലലി ഞങ്ങൾ 3 പേരുമായിരുന്നല്ലോ എടുത്തോണ്ടിരുന്നത്. അപ്പം ശരണ്യ 3ഉം 4ഉം വരെയും ശരണ്യ എടുക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ അതൊന്നും ടച്ച് ചെയ്യാതെ, എനിക്ക് തോന്നുന്നു 5th യൂണിറ്റ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. നോർമലൈസ്ഡ് കിട്ടും, ഡീവിയേറ്റഡ് കിട്ടും, ഞാനല്ലേ എടുത്തത്. അതെ മാം. പിന്നെ സൊസൈറ്റി ഓഫ് കൊഹീഷൻ, നത്തിങ് ബട്ട് നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആകുന്നത് ഒരു ചെറിയ ടോപ്പിക് ആയിരുന്നു അത്. പിന്നെ നമ്മൾ 7th യൂണിറ്റ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നിൽക്കുകയാണ്. പിന്നെ മൂവ്മെന്റ് ടെൻഡൻസീസ് ഓഫ് മാൻ അതെടുത്തിട്ടില്ലല്ലോ. 8ാമത്തെയും 9ാമത്തെ യൂണിറ്റ് ആരും എടുത്തിട്ടില്ലല്ലോ. അശ്വതി മാം എന്തെങ്കിലും എടുത്തോ? ഇല്ല. പിന്നെ മോണ്ടിസോറി ടേംസ്. സോ നമുക്ക് കുറച്ചധികം ഉണ്ട് എന്ന് തന്നെ പറയാം. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് തീരാറായോ? അറിയില്ലല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സൈക്കിൾ, കമ്മ്യൂണിറ്റി ലൈഫ്, നോട്ട് സൈക്കിൾ, കമ്മ്യൂണിറ്റി ലൈഫ്. ഓക്കെ, who will read? അതൊരു ഓരോരോ പോയിന്റ് ആയിട്ടാ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് 1 ഇവിടെ വരെ ഉണ്ടാവും. ഓർഡർ ഫോർ ദ ഡേ, അതുവരെയും റീഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റീഡ് ചെയ്തോളൂ. ഞാൻ കറക്റ്റ് സ്ക്രോൾ ചെയ്ത് വയ്ക്കും. ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് കാണാം. പെട്ടെന്ന് പോവാം, കാരണം ഒരുവിധം നിങ്ങൾക്ക് ഇപ്പൊ മോണ്ടെസോറി മെത്തേഡ് എന്നുള്ള ഐഡിയ ആയി. നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള പാതയിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ വായിക്കട്ടെ മാം. തീർച്ചയായിട്ടും. First period. Giving the child the language of the concept. The teacher places a blue table in front of the child and says, "This is blue." നമ്മളത് കഴിഞ്ഞതാ അല്ലെ? കളർ ടാബ്ലറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. കളർ ടാബ്ലറ്റ് ഒന്നുകൂടെ പറയണോ? വേണ്ട, അത് മാം എടുത്താ. ഞാൻ ഇവിടെ വരെയാണ്, പിന്നെ അവിടെ തൊട്ട് വായിക്കാൻ പറഞ്ഞത് വേണ്ട. ഫസ്റ്റ് പീരീഡ് വായിക്കാൻ പറഞ്ഞു. ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് വായിച്ചാൽ മതിയോ മാം? മതി. അത് 1, 2, 3 എന്നും പറഞ്ഞ അതിന്റെ താഴെ പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഈ 4th ഡേ വരെയാണ്. Okay. Development of community life. Children in the Montessori environment work graciously. They cooperate and provide moral help to each other. This development is aided by several key elements in the Montessori method. Firstly, a sense of ownership. All the children in the classroom have a sense of ownership and responsibility. Everything in the class is child-sized and geared to their physical, psychological, and emotional needs.
children maintain the order of the day. Okay. So they are learning how to live in a community. അത് ഫ്രം ദ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ അത് പഠിക്കുവാണ്, എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, അതായത് സോഷ്യലൈസ് ചെയ്യാനായിട്ട്. പലപ്പോഴും ഈ ഒരു മെത്തേഡിലൂടെ കുട്ടികൾ കടന്നു പോവുകയാണെങ്കിൽ സോഷ്യലൈസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ ആൻസൈറ്റി ഇഷ്യൂസ്, പല പല പേടികള്, ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ ഷൈനസ് അതൊക്കെ വരും. പക്ഷെ ഇവരിങ്ങനെ ഒരു രീതിയിൽ ഈ എൻവയോൺമെന്റിൽ കുറെ പ്രാക്ടിക്കൽസും കുറെ ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ അവർക്ക് ആ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിട്ട് നാച്ചുറൽ ആയിട്ട് വരും. അതിനു വേണ്ടിയിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ എപ്പോഴും അവർ ആക്റ്റീവ് ആയിരിക്കണം. അവർ നെക്സ്റ്റ് യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് മൂവ്മെന്റ് അവരുടെ ഒരു കീ ഫാക്ടറാണ് ഡെവലപ്മെന്റിലെ. എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള ടൂളാണ് അവരുടെ കൈ എന്ന് പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് അതിനുള്ള ടൂളാണ് അവരുടെ കൈ എന്നുള്ളത്. അത് ഇവരവിടെ വർക്ക് ചെയ്യുന്നത് ചില സമയത്ത് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ ഇവിടെ ഫോം ചെയ്യുന്നതാണ് മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ ലവ്, അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ, സപ്പോർട്ടിങ് ഈച്ച് അതർ, അങ്ങനെയെല്ലാം വരുന്നത്. ഫസ്റ്റ് ആയിട്ട് ഈ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്, ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്ക് അവർ പോകുമ്പോൾ അവരിൽ വരുന്ന ഫസ്റ്റ് പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഓണർഷിപ്പ്. എല്ലാ കുട്ടികൾക്കും ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് വേണം. കാരണം അവര് പഠിക്കുന്ന അല്ലെങ്കിൽ അവരെ ആക്ടിവിറ്റി ചെയ്യുന്ന ആ എൻവയോൺമെന്റിലുള്ളതെല്ലാം അവര് ടേക്ക് കെയർ ചെയ്യേണ്ടതാണെന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവരിൽ വരണം. ഇത് വല്ലവരുടെ സാധനമാണല്ലോ എന്ന് തോന്നിയ പോലെ ചെയ്യുക എന്നുള്ളതല്ല. ചില കുട്ടികളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. പക്ഷെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് അവേഴ്സ്, ദിസ് പ്ലേസ് ഈസ് അവേഴ്സ്, നമ്മളാണ് അവിടെ എല്ലാം ചെയ്യേണ്ടത്. ഇനീഷ്യൽ ഡേയില് ഫസ്റ്റ് ഡേ തന്നെ വരുമ്പോൾ ആ രീതിയിലാണ് ഡയറക്ടേഴ്സ് അവരെ ആ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നത്. വി ഹാവ് ടു മൂവ് ജെന്റ്ലി, വി ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ അത് അവരുടെ ഉള്ളിൽ വരും, ഞാൻ ഇങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അവിടെയുള്ളതെല്ലാം ചൈൽഡ് സൈസിലാണ്, നമ്മളെല്ലാം പറഞ്ഞു. ചിൽഡ്രൻ ഫ്രണ്ട്ലി ആണ് അവിടെയുള്ളതെല്ലാം. പിന്നെ അവരുടെ ഫിസിക്കൽ, ശാരീരികമായിട്ടും സൈക്കോളജിക്കൽ, മാനസികമായിട്ടും, പിന്നെ അവരുടെ ഇമോഷണൽ നീഡ്സും എല്ലാം എന്താ പറയാ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ ഫോം ചെയ്തിരിക്കുന്നതാണ് അവിടെയെല്ലാം. കുട്ടികൾക്ക് എപ്പോഴും ഒരു ഓർഡർ, ആ ഒരു ദിവസം അവർ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി ചെയ്താലും അവർക്കൊരു ഓർഡർ, ഒരു ഡിസിപ്ലിൻ അവരിൽ ഫോം ചെയ്യുവാണ്. നമ്മൾ ഈ കുട്ടികളിൽ എപ്പോഴും നമ്മൾ പറയും ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. അതായത് അവരുടെ ചെറിയ ഫിംഗേഴ്സിലെ മസിൽസ് വളരെ ചെറുതായിരിക്കും. ഈ മസിൽസിന്റെ മൂവ്മെന്റ്സ് ഏറ്റവും കൂടുതൽ നടക്കണം. അപ്പോഴാണ് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കാമോ അതെല്ലാം ചെയ്യുമ്പോൾ അവരുടെ ഡിസിപ്ലിനും ഓർഡറും ഫോം ചെയ്യുന്നു. പറഞ്ഞല്ലോ ചെറിയ മാറ്റ് ഉണ്ട്. ഞാനും ഇവിടെ ഒരു പ്രെയറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മാറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ത്രെഡ് കൊണ്ടുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലുള്ള മാറ്റ് അല്ലാത്തതും റഗ് ടൈപ്പ് ഉള്ളതും അങ്ങനെയെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇതുകൊണ്ട് ഉണ്ടാക്കിയ മാറ്റുകൾ അവിടെയുണ്ട്. ഈ മാറ്റ് റോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും പ്രാക്ടിക്കൽ ഏരിയയിൽ. പക്ഷെ വീട്ടിൽ നമ്മൾ എന്തെല്ലാം കുഞ്ഞു ജോലികൾ ചെയ്യുന്നു അതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു ഏരിയ നമ്മുടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലുണ്ട്. അത് നെക്സ്റ്റ് മൊഡ്യൂൾ 3 നിങ്ങൾക്കത് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 3 വരുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ അതിങ്ങനെ ഈ ചെറിയ വിരൽ കൊണ്ട് ചെയ്യുക. അപ്പൊ ടീച്ചറല്ല ഫെസിലിറ്റേറ്റർ ചിലപ്പോൾ ഈ 2 ഫിംഗേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. 2 ഫിംഗേഴ്സും ചിലപ്പോൾ ഈ തമ്പും യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിനിങ്ങനെ റോൾ ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ യോഗ മാറ്റ് തന്നെ അതുപോലത്തെ മാറ്റ് ഉണ്ടാവാം, അല്ലാത്ത റഗ്സ് ഉണ്ടാവാം, ചില ചവിട്ടികൾ പോലത്തെ ഇല്ല അങ്ങനെ റഗ് ഉണ്ടാവാം, പിന്നെ ഇതുപോലത്തെ ത്രെഡിന്റെ മാറ്റുകൾ ഉണ്ടാവും. ഫെസിലിറ്റേറ്റർ ചിലപ്പോൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരും. ചിലപ്പോൾ തമ്പും യൂസ് ചെയ്യും. പക്ഷെ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ കുഞ്ഞു 2 ഫിംഗേഴ്സ് കൊണ്ട് ഇതിനെ ഫോൾഡ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. അപ്പൊ അവർ 4 ഫിംഗേഴ്സും യൂസ് ചെയ്ത് ഇങ്ങനെ വേഗം ചുരുട്ടുന്നതിനൊപ്പം ഇവര് മൂവ് ചെയ്യും. ഈ മുട്ടിങ്ങനെ നമ്മള് പ്രയറിനിരിക്കില്ലേ, പള്ളിയിലൊക്കെ പ്രയറിനിരിക്കില്ലേ, ഇങ്ങനെ നമ്മളുടെ നീസ് ഇങ്ങനെ മടക്കിയിട്ട്, നിങ്ങൾക്ക് ആ പോസ്റ്റർ മനസ്സിലായോ? പൊട്ടി ഇങ്ങനെ നിൽക്കുകയല്ല, നമ്മുടെ മുട്ടിന്റെ അടിഭാഗം ഇങ്ങനെ നമ്മളൊരു കംഫർട്ടബിൾ പൊസിഷൻ ഉണ്ടല്ലോ, ഒരു ഇരിക്കുവല്ല നിൽക്കുവല്ലാതെ, മുട്ടില് നിൽക്കുവല്ല ഇരിക്കുവല്ലാത്ത രീതിയിൽ അത് മുഴുവനും നമ്മുടെ സർഫസിൽ ഇങ്ങനെ അമർന്നിരിക്കും. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇരുന്ന് കളിക്കണം, അങ്ങനെ കാണാം. കാലിന്റെ ഭാഗം ബാക്കിലേക്കായിട്ട് മുട്ടിങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഇവർ ഈ മാറ്റ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പൊ മാറ്റ് ഫോൾഡ് ചെയ്ത് അങ്ങ് അറ്റത്തുമ്പോഴേക്ക് ഇവര് ഉരുണ്ടുരുണ്ട് അവിടം വരെ എത്തും.
അപ്പൊ അവരുടെ മൂവ്മെന്റും കൈയുടെ മൂവ്മെന്റും നല്ല രീതിയിൽ നടക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അവര് ഫസ്റ്റ്ലി അവര് ആ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഫോം ചെയ്യുവാണ്. അവിടെയുള്ള മെറ്റീരിയൽസ് എല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. അവിടെ കൂടെയുള്ള ഗ്രൂപ്പും അവരോടും മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ സപ്പോർട്ട് കാണിക്കേണ്ടതാണ് നല്ലത്. സെക്കൻഡ് വൺ ഉണ്ട്, തേർഡ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് ഒരാൾ പറയാ, തേർഡ് ഒരാൾ പറയും. യെസ് പ്ലീസ്. വായിക്കാം. Second responsibility. The children begin to feel for each other. Children in a Montessori environment provide moral help to other children. They provide complementary help to other children. Children are also given freedom in their social reactions. Through his freedom, the child's natural interest in others and desires help them grow spontaneously. യെസ്, അവിടെ ഒരു മ്യൂച്വൽ സപ്പോർട്ട്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഫോം ചെയ്യുവാണ്. പക്ഷെ അവരുടെ മോറൽ സൈഡിൽ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും. അവർ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഈ റീസെന്റ് ഒരു വാട്സാപ്പ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. 2 കുട്ടികൾ തമ്മിൽ, ഒരാളുടെ കയ്യിൽ ഫുഡിന്റെ ഒരു കണ്ടെയ്നർ പാത്രം എന്തുകൊണ്ട് മറ്റേയാൾക്ക് കൊടുക്കുന്നില്ല. പെട്ടെന്ന് ആ കുട്ടി കരയുമ്പോഴേക്കും ഇങ്ങനെ വെച്ച് നീട്ടി കൊടുക്കുന്നത്. അത്രയും ഇന്നസെന്റ് ആണ്. ദാറ്റ് ഇസ് മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ. അതൊക്കെ ഒരു എക്സാമ്പിൾ അതിനുള്ളത്. അതിങ്ങനെ കുറെ ആയിട്ട് വൈറലായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. യെസ്, ഇഫ് പോസിബിൾ അതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ചിലപ്പം കുഞ്ഞു കുട്ടികൾക്കല്ല, ചില സെഷനിലെ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ കൊടുക്കുമ്പോൾ ചുമ്മാ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷമാവും. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏജിലുള്ള കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ ആ ഒരു രീതിയിൽ കോംപ്ലിമെന്ററി ഹെൽപ്പ്. അവര് ചിലപ്പോൾ മേ ബി എപ്പോഴെങ്കിലും അവർ തമ്മിലൊരു ചെറിയ ഒരു ഇത് ഉണ്ടായാൽ പോലും അവർ സംടൈംസ് അല്ല, ആവശ്യം വരുമ്പോൾ ശരിക്കും ഒരു മ്യൂച്വൽ ഹെൽപ്പ് അവിടെ നടക്കും. പിന്നെ ഇവിടെ ഫ്രീഡം ഉണ്ട്. ഒരു കുട്ടി പെട്ടെന്ന് ചിലപ്പോൾ ബേസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാം. കാരണം ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ അത് ചില ഏജ് കുറവുള്ള കുട്ടികൾക്ക് ഒരു വാശി ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ആ റിയാക്ഷൻസ് ഒക്കെ കാണിക്കാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. അവിടെ ആരും അവരെ വഴക്ക് പറയാനോ അല്ല, നമ്മൾ അത്രയും നേരം ഭയങ്കര ശാന്തമായിട്ട് മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കണം. കുറച്ച് കഴിയുമ്പോൾ അടുത്തെങ്ങാണ്ട് ബോൾ കിടക്കുന്നത് കാണുവാണെങ്കിൽ ഒരു പതുക്കെ ബോൾ എടുക്കും, നമ്മൾ നോക്കും. അങ്ങനെയായിരുന്നു ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. 3 years ജസ്റ്റ് ആവണേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വാശിയാണ്. ചില സമയം നല്ല മൂടായിരിക്കും, ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഭയങ്കര വാശി പിടിച്ച് ചിലപ്പോ ഉറക്കമൊന്നും ശരിയാകാതെ എണീപ്പിച്ചു കൊണ്ടിരുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനെ പതുക്കെ ബോള് നമ്മളുടെ അടുത്തേക്ക് ഉരുട്ടി വിടും. അവൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ കൂടെ കളിക്കാനാ. അപ്പൊ നമ്മൾ പതുക്കെ ഉരുട്ടും, പിന്നെ ആളങ്ങ് നോർമൽ ആവും. അങ്ങനെ ആ ഒരു രീതിയിൽ കുട്ടികളുമായിട്ടും ഭയങ്കര കൂട്ടം, മുതിർന്ന കുട്ടികളുമായിട്ടും നല്ല പോലെ മിങ്കിൾ ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്യും. ആ ചെറിയ മോൻ, അവനായിരുന്നു തോന്നുന്നു അവിടുത്തെ ചെറിയ കുട്ടി. അപ്പൊ അങ്ങനെ ഫ്രീഡം ശരിക്കും ഉണ്ട് അവർക്ക്. അവരുടെ എന്ത് റിയാക്ഷൻസും, അപ്പൊ ഔട്ട് ബേസ്റ്റ് ആണെങ്കിൽ കൂടിയും അത് കാണിക്കാനുള്ള ഫ്രീഡം. ഈവൻ അങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ ചില കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ ഭയങ്കരമായിട്ട് അവരെ സപ്രസ് ചെയ്യാനായിട്ട് നോക്കും, മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾ പൊതുവേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സീൻസ് ഒക്കെ കാണാം. പക്ഷെ ഇവിടെ അവർക്ക് അതിനുള്ള ഫ്രീഡം ആണ്. ലെറ്റ് ദം ഡു. അതൊക്കെ അവർ കുറെ സമയം കഴിയുമ്പോഴേക്കും ഒരു പതുക്കെ അങ്ങനെ വരും. നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ട് സൈഡിൽ ഇരുന്നാൽ മതി, മിണ്ടാതിരിക്കുക, കരയാതിരിക്കുക, അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല. ആ ഒരു ഇതില് കുറച്ച് കഴിയുമ്പോഴേക്കും അവര് പ്ലേ മൂഡിലേക്ക് വരും, കളിക്കാനായിട്ടൊക്കെ വരും. അങ്ങനെ കുട്ടിയുടെ നാച്ചുറൽ ഇൻട്രസ്റ്റ്, പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളത് എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ഗ്രോ ചെയ്യും. ആ ഒരു ഔട്ട്ബേസ്റ്റ് നടന്നാൽ കൂടിയും പിന്നെ അവൻ കറക്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നു. പിന്നെ എല്ലാവരുമായിട്ട് മ്യൂച്വൽ ആയിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അത് നോർമലി അങ്ങ് പോകും. ഇനി തേർഡ് വൺ വായിക്കാം. ഞാൻ വായിച്ചോട്ടെ. The incorporation of children of different ages in each class. A typical Montessori classroom consists of 25 children with 1/3 of the 3-year-olds, 1/3 of 4-year-old and 1/3 of 5-year-old. The instance on a mixed age group provides children opportunities to help each other and team build. Yes.
ട്രഡീഷണൽ മെത്തേഡും ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഇതാണല്ലേ. ഒരു 3 year ഏജ് സ്പാൻ ആണ്. 3 to 6 yearsലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സാധാരണ മോണ്ടിസോറി സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞാൽ 25 ചിൽഡ്രൻ ഉണ്ടാകും. അതിൽ അതിന്റെ ഒരു 1/3 1/3 എന്ന് പറയണത് 3 year old ആയിരിക്കാം, പിന്നെ 4 year old ആയിരിക്കാം, പിന്നെ ലാസ്റ്റ് 1/3 എന്ന് പറയുന്നത് 5 year old. അപ്പൊ ഇവര് തമ്മിലൊരു ഈ ഇങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പ്, മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളുടെ വീട്ടില് പല ഏജിലുള്ള കുട്ടികൾ വരുമ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ, ടീനേജും കൊച്ചുകുട്ടികളും അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു ഏജിൽ പല ഇത് വരുമ്പോൾ അവര് തമ്മിൽ ചില സമയത്ത് അവർ കളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. സീനിയർ ആയിട്ട് 5 വയസ്സുകാരനുണ്ടെങ്കിൽ ടേക്ക് കെയർ ചെയ്യും താഴെയുള്ളവരെ. അങ്ങനെ ചെറിയവർക്ക് എപ്പോഴും ഒരു കംഫർട്ട് ആയിരിക്കും വലിയ ആൾക്കാരുടെ കൂടെ. അപ്പൊ അങ്ങനെ അവര് തമ്മിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള പല ഷെയറിങ്ങും കാര്യങ്ങളും ടു ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് ഒരു ടീം ബിൽഡും എല്ലാം അവിടെ ഫോം ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ചേട്ടനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പൊ എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളും മോനും തമ്മിൽ 4 years ഡിഫറൻസ്. അതുപോലെ തന്നെ എന്റെ ചേച്ചിയുടെ മോനും അവന്റെ ചേച്ചിയും തമ്മിൽ 1.5 years ഡിഫറൻസ് അങ്ങനെയായിരുന്നു. ഇവര് 4 പിന്നെ ബ്രദറിന്റെ മോളും ഉണ്ട്. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഒരു ടീം വർക്ക് ബിൽഡ് ചെയ്യാറുണ്ട്. എന്റെ മോനും ചേച്ചിയുടെ മോളും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും. എന്റെ മോളും ചേച്ചിയുടെ മോനും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ്. പിന്നെ മറ്റേ ആള് ഇവരിലെ ആരുടെയെങ്കിലും കൂടെ. അങ്ങനെ ഇവര് തമ്മിൽ പലപ്പോഴും ഒരു ടീം ബിൽഡ് അത് കാണും. പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മറ്റേ ആൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെറുപ്പം തുടങ്ങി ഇപ്പൊ ഒരു വലുതായപ്പോഴും അതിങ്ങനെ സ്പോണ്ടേനിയസ് ഒരു ഗ്രോത്ത് എന്ന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവര് തമ്മിൽ. വഴക്കുകളില്ല, എല്ലാം ഭയങ്കര ഷെയറിങ്ങും എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് അവരങ്ങ് പറഞ്ഞു കഴിയും. അവർ ടീനേജ് ആയപ്പോ അവരങ്ങനെ ഓപ്പൺനെസ് കൂടി. ഇപ്പൊ ചെറുപ്പം തുടങ്ങി അങ്ങനെ 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 വന്നു. അവര് വലുതായപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ പോകും. പിന്നെ ഐ എം ഹാപ്പി ടു സേ ദാറ്റ് ആ ഒരു ഗ്രൂപ്പിൽ അവർ എന്നെയും ചേർക്കും. ചേച്ചിയുടെ അടുത്തൊന്നും പോവില്ല, അവരുടെ കൂടെയുള്ള ഒരാളായിട്ട് അവർ എന്നെയും ചേർക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ളതൊക്കെ മാറ്റി നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നാക്കിയേക്കുവാണ്. സോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, ഹു ഈസ് ഗോയിങ് ടു റീഡ്? Please. The Montessori teacher. Education is acquired not by listening to words, but by experiences in the environment. The teacher grasps the individualism that makes each child wonderfully different. She helps development and nurture the light of each child. As stated by Dr. Montessori, the Montessori teacher plays an important role in the Montessori environment. The children and the new teacher unit to form inseparable parts of a single educational whole, which is a dynamic and a continuous process of development for both of them. It would perhaps be truer to describe it as a single social whole rather than an educational one. Okay, ma'am. Okay. So, Montessori facilitator, വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ള ഒരാളാണ് മോണ്ടിസോറി എൻവയോൺമെന്റിനെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഷീ ഷുഡ് ബി ട്രെയിൻഡ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എടുക്കാനായിട്ട് വരികയെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പറയാനാണോ? മഴ പെയ്യുണ്ടോ അവിടെ? അപ്പോൾ പ്രാക്ടിക്കൽസ് ചെയ്യാനായിട്ട് വരിക. ഞാൻ ഓൾറെഡി പല തവണ അത് ചെയ്തു കഴിഞ്ഞു. ബട്ട് നാളെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ ക്ലാസ് ആണെങ്കിൽ പോലും തലേ ദിവസം ഞാൻ ഇരുന്ന കംപ്ലീറ്റ് പ്രാക്ടിക്കൽ സൈഡും ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് പിറ്റേ ദിവസം പ്രാക്ടിക്കൽസിന് ഞാൻ വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഓരോ ദിവസവും വരുമ്പോൾ അവിടെ ഫുൾ മെറ്റീരിയൽസ് ആണല്ലോ. ആ മെറ്റീരിയൽസ് അവര് നല്ല പോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിനുശേഷമാണ്, കാരണം ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ മെറ്റീരിയൽസ് എല്ലാം കാണുന്നത്. ഞങ്ങളുടെ പ്രാക്ടിക്കൽ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് പ്രാക്ടിക്കൽസ് തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം കാണുവാണ് ഈ മെറ്റീരിയൽസ്. കേട്ടിട്ടും പോലും ഇല്ലാത്ത ടൈമിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ സാർ എനിക്ക് ടൈം തന്നു, ആ മെറ്റീരിയൽസ് എല്ലാം പോയി നോക്കി എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടൈം തന്നു. അങ്ങനെ ഒരു 2-3 days ഞാൻ ആ മെറ്റീരിയൽസുമായിട്ട് ഇങ്ങനെ
വരുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഹാഫ് ആൻ അവർ ഒക്കെ വരുമ്പോൾ ഞാനൊന്ന് ഫ്രീ ആവുന്ന കാണുവാണെങ്കിൽ മാത്രമാണ് സാർ എന്നോട് കുട്ടികൾക്ക് ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് പോയിരിക്കാനോ അവരോട് സംസാരിക്കാനോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് സാറിന് അറിയാം, അവിടുത്തെ ഡയറക്ടർ സാറിന് അറിയാം മെറ്റീരിയൽസ് നല്ലതുപോലെ മനസ്സിലാക്കാതെ ഒരിക്കലും നമ്മൾക്ക് മെറ്റീരിയൽസുമായിട്ട് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് പറ്റില്ല. നമ്മളുടെ മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് ഈ നവംബർ മിഡൊക്കെ ആകുമ്പോഴേക്കും കിട്ടും. നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞ് മോഡ്യൂൾ 3 വരുമ്പോഴേക്കും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ബാച്ച് ഇസ് പ്ലാനിങ് ഫോർ ടു കം ടു പറൂർ ഫോർ ലേണിംഗ് ദിസ് അബൌട്ട് ദിസ് മെറ്റീരിയൽസ്. ഫസ്റ്റ് ബാച്ച് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ നോക്കാണല്ലോ. ഓൺലൈനായിട്ട് നമ്മൾ എടുക്കും, കാരണം എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സാറിനോട് വന്നപ്പോ സാർ ഭയങ്കര ഹാപ്പി ആയി. സാറിനോട് അതിനെന്താ നമ്മുടെ പിള്ളേര് വരുന്നതിൽ നമുക്ക് സന്തോഷമില്ലല്ലോ, അതിന് സ്പേസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് എത്തും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. കാരണം അത് നല്ലൊരു കാര്യമാണ്. വരാൻ പറ്റുന്നവർ വരൂ, അവർക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം. നമ്മൾ ഓൺലൈനായിട്ടും ചെയ്യും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഒന്ന് മോട്ടോർ ആക്ഷൻസും ഒന്ന് സെൻസോറിയൽ ആക്ഷൻസും. ഈ സെൻസോറിയൽ ആക്ഷൻസ് തന്നെ 5 സെൻസസ്. അതിലെനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് പറ്റും, കാണിക്കാനുള്ളത് പറ്റും, ടച്ച് ചെയ്യാനുള്ളത് ഓൺലൈനിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അതിന്റെ ടെക്സ്ചർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ സാൻഡ് പേപ്പർ എല്ലാവർക്കും പരിചിതമാണ്. അപ്പം നിങ്ങൾക്ക് അത് അറിയാം, തൊട്ട് നോക്കി ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. ചില വുഡൻ മെറ്റീരിയൽസ് അതിന്റെ ടെക്സ്ചർ, ചില ഫാബ്രിക് പറഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കോട്ടണിൽ തന്നെ റഫ്നെസ് കൂടിയ കോട്ടൺ ഉണ്ടല്ലേ, റഫ്നെസ് കുറഞ്ഞ കോട്ടൺ ഉണ്ട്. സിൽക്കിൽ തന്നെ പല പല ടെക്സ്ചറിലുള്ള സിൽക്ക് ഉണ്ട്. സോ മിക്സ്, കോട്ടണും സിൽക്കും കൂടെ മിക്സ്. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കുകൾ ആയതുകൊണ്ട് നമുക്ക് അതും ഇപ്പോ ടച്ച് ചെയ്തില്ലെങ്കിലും അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ പല മെറ്റീരിയൽസും ഉണ്ട്. ചില ഭയങ്കര റഫ്നെസ് ആയിട്ടുള്ള ചില ടാബ്ലറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ അതുപോലെ വെയിറ്റ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇതിന് ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളത് ടച്ച് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഒത്തിരി ദൂരെയുള്ളവർക്ക് വരാൻ പറ്റില്ല, നമ്മൾ ഓൺലൈൻ അതുപോലെ തന്നെ എടുക്കും. പിന്നെ നിങ്ങൾ ഒരു എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെക്കേഷൻ നിങ്ങളുടെ എല്ലാം ഒന്ന് തിരക്കൊക്കെ വരുമ്പോൾ വെക്കേഷൻ മോണ്ടിസോറി സ്കൂളൊന്നും തുറക്കില്ലായിരിക്കും, അവർക്ക് അവധിയായിരിക്കും. എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പരിചയമുള്ളവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് കാണുവാണെങ്കിൽ അതും നല്ലതായിരിക്കും. വിസിറ്റ് എ മോണ്ടിസോറി സ്കൂൾ അത് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗമാണ്, കോഴ്സിന്റെ ഭാഗം. ഞങ്ങളുടെ ബാച്ചിന് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത് ഒരു മോണ്ടിസോറി സ്കൂളിലായിരുന്നു. ഞങ്ങളുടെ മാം എന്നോട് ചോദിച്ചു ഒന്ന് റിക്വസ്റ്റ് ചെയ്യാമോ ബാക്കിയുള്ള സ്റ്റുഡൻസിന് അവിടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ സാറ് പറഞ്ഞു വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടുത്തെ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്, വലിയൊരു ഗ്രൂപ്പ് വരരുത്, പല പല ബാച്ചായിട്ട് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ 5 പേര് ഒരുമിച്ച് അങ്ങനെ പല പല ബാച്ചായിട്ട് അവർ വന്ന് അവരെല്ലാം കണ്ടിട്ട് തിരിച്ചു. അത് അങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് വെക്കുക. യെസ് മാം, നമുക്ക് ഈ അക്വാറിയസ് ഒക്കെ കാണാനായിട്ട് ഏകദേശം ടൈം വേണ്ടി വരും, ലൈക്ക് ഹവേഴ്സ് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞേ. നമുക്ക് ഈ അപ്പാരറ്റസ് ഒക്കെ വന്ന് കണ്ടു പോവാനായിട്ട് ഏകദേശം എത്ര ടൈം വേണ്ടി വരും, ലൈക്ക് 1 hour or 2 hours? നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ 1 day വേണ്ടി വരും. അപ്പാരറ്റസ് എല്ലാം ഏകദേശം ഒരു 34-35 മെറ്റീരിയൽസ് വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് സാൻഡ് പേപ്പർ മെറ്റീരിയൽ, ലെറ്റേഴ്സും ആൽഫബറ്റ്സും, പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം, ബട്ടണിങ് ഫ്രെയിം അതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അല്ലാത്ത ചിലതുള്ളത് കാരണം ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2 days എന്തോ എടുത്തു ഞങ്ങളത്. അതെന്ന് പറഞ്ഞാൽ റെക്കോർഡും എഴുതുവാണ് അതിന്റെ ഒപ്പം, മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് കഴിയാൻ 2 days എടുത്തു. ഞാൻ പഠിച്ച സമയത്ത് അത് റെക്കോർഡും കൂടെ എഴുതുന്നോണ്ടാട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാനാണ്. പിന്നെ എല്ലാവരുടെയും കണ്ണിലൂടെ പോവല്ലേ. അത് ഞങ്ങള് ഡെയിലി ബാച്ചും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഹോളിഡേ ബാച്ചും ഉണ്ട്. ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു, സൺഡേയും ഹോളിഡേയ്സും ആയിരുന്നു എനിക്ക് ക്ലാസ്. അവരുടെ ബാച്ചിൽ 16 പേരും ഡെയിലി ബാച്ചിൽ 26 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 30 പേരിൽ കൂടുതൽ ഒരുമിച്ചായിരുന്നു ആ സെഷൻ, ഞങ്ങൾ എല്ലാരും കൂടി സാറ്റർഡേ ആൻഡ് സൺഡേ. എവിടെ ചോദിച്ചാൽ മതി. അങ്ങനെ 2 ദിവസം കൊണ്ടാണ് ഞങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് കഴിഞ്ഞത്. അത് റെക്കോർഡും കൂടെ എഴുതുന്നോണ്ടായിരുന്നു കേട്ടോ. മിസ് മോണ്ടിസോറി സ്കൂളിൽ ട്രെയിനിങ് പോകണമെങ്കിൽ എന്താ ചെയ്യണ്ടേ അവിടെ ചോദിച്ചാൽ മതി. മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ
പോയി അവരോട് ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഞാൻ ഈ കോഴ്സ് ചെയ്യുവാണ്, എനിക്ക് ഇവിടെ ട്രെയിനിങ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ബാക്കി. അഞ്ജലി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അഞ്ജലി അറിയണില്ലല്ലോ. അഞ്ജലി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. അവര് കുട്ടികളുടെ ലൈറ്റ് ഓഫ് ഈച്ച് ചൈൽഡ്, എല്ലാ കുട്ടികളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ട്, അതിനെ കത്തിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഷീ ഹെൽപ്സ് ഡെവലപ്പ് ആൻഡ് നർച്ചർ ദ ലൈറ്റ് ഓഫ് ഈച്ച് ചൈൽഡ്. അതാണ് ഡോക്ടർ മോണ്ടിസോറി, മറിയ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററെ കുറിച്ച് പറഞ്ഞത്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ മോണ്ടിസോറി എൻവയോൺമെന്റ്. ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവരുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളും ആ ഫെസിലിറ്റേറ്ററും കൂടെ ഒരുമിച്ച് ചേർന്ന് യുണൈറ്റ് ടു ഫോം ഇൻസെപ്പറബിൾ പാർട്സ് ഓഫ് എ സിംഗിൾ എഡ്യൂക്കേഷണൽ ഹോൾ. അതായത് കണ്ടിട്ടില്ലേ ചില ക്ലാസ് റൂമിലെ ടീച്ചർമാർ, ട്രഡീഷണലാ പറഞ്ഞത്, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല കേട്ടോ. ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചറും കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടിങ് ഇല്ല. പക്ഷെ അങ്ങനെ എത്രയോ ബോണ്ടിങ് ഉള്ള ടീച്ചർ സ്റ്റുഡന്റ് ബന്ധങ്ങളുണ്ടല്ലേ. ഇപ്പോഴത്തെ ഒരു കാലം വന്നപ്പോഴാണ് അതിന് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ആ ഒരു ബോണ്ടിങ്, അവർ തമ്മിൽ സെപ്പറേറ്റഡ് അല്ല, നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവിടെ മുഴുവനും വേണ്ടത്. ഒരു അത് രണ്ടുപേരുടെയും ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് രണ്ടുപേരുടെയും ഡെവലപ്മെന്റിന് വേണ്ടതാണ്. അത് ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള പഠനത്തിനേക്കാളും കൂടുതൽ ഭയങ്കരമായിട്ട് അവര് സോഷ്യലൈസ് ചെയ്യുന്നതിന്റെയും ഒരു ലൈഫ്, ഒരു ലേണിംഗ് ലൈഫ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അല്ലാണ്ട് അവിടെ പഠിപ്പിക്കൽ ആ ഒരു മെത്തേഡ് അല്ല. രണ്ടുപേരും കൂടെ ചേർന്ന് ട്രൂവറായിട്ട് സത്യമായിട്ട് പറയുവാണെങ്കിൽ, അങ്ങനെ ഒരു ഫാക്ട് എന്ന് പറയുവാണെങ്കിൽ, ഒരു സിംഗിൾ സോഷ്യൽ, അവരെ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ആളുകൾ സോഷ്യലൈസ് ചെയ്ത് ജീവിക്കുന്നു ആ ഒരു രീതിയിലാണ് ഈ ഫെസിലിറ്റേറ്ററും കുട്ടികളും കൂടെ പോകുന്നത്. റാദർ ദാൻ എഡ്യൂക്കേഷണൽ പഠന രീതികളുണ്ടല്ലോ, സബ്ജക്ട് സ്റ്റഡിയും, അതിനേക്കാൾ കൂടുതൽ ആ ഒരു രീതിയിലുള്ള ബന്ധമായിരിക്കണം ഫെസിലിറ്റേറ്ററും കുട്ടിയും തമ്മിലുള്ളത്. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ട ക്വാളിറ്റീസ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഒരു ഒബ്സർവേഷൻ വേണമെന്ന് പറയുന്നു. ആ ഒബ്സർവേഷൻ അവർക്ക് കിട്ടണമെങ്കിൽ അവർ ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ടാകണം. മൈൻഡ് വേറെ എവിടെയും, ബോഡി മാത്രം അവിടെയും, ആ ഒരു രീതി പറ്റില്ല. അതുകൊണ്ടാണ് എവറി ഡേ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമ്മൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എവറി ഡേ മെഡിറ്റേഷൻ ഞങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. നമുക്കിപ്പോ 1 hour അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, എന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എവറി ഡേ നിങ്ങൾ വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു 10 minutes എങ്കിലും മിനിമം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. പ്രയർ ടൈമിൽ അതിന്റെ കൂടെ ചെയ്താലും മതി. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ള വാക്കിനേക്കാൾ നമ്മൾക്ക് ഇനിയുള്ള നമ്മുടെ ജേർണിയിൽ ഫെസിലിറ്റേറ്റർ ആയിരിക്കും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. സോ ക്വാളിറ്റീസ് ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. പ്ലീസ് ആരെങ്കിലും റീഡ് ചെയ്യാനുണ്ടെങ്കിൽ റീഡ് ചെയ്തോളൂ. Yes, ma'am. Qualities of a Montessori facilitator. One of the most notable differences between Montessori facilitators and traditional facilitators is the gigantic trust Montessori facilitators place in the developmental abilities of the children. It takes a vast amount of faith to follow the child. It is so much easier to say to the children, "Follow where I led and no one will get lost." Nonetheless, with careful observation and planning, Montessori facilitators remain continually alert to the direction each child is heading and actively work to help them prevail. Okay. So, ഇവിടെ ഒരു കുട്ടികളുമായിട്ട് ഒരു ജൈജാന്റിക് ട്രസ്റ്റ്, ഭയങ്കര ഒരു ട്രസ്റ്റ് ആണ് ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും കുട്ടികളുമായിട്ട് ഫോം ചെയ്യുന്നത്. ട്രഡീഷണൽ രീതിയിലുള്ള ടീച്ചേഴ്സ് അങ്ങനെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണമെന്നില്ല. അതാണ് പറഞ്ഞത്, ആ ഒരു ബോണ്ടിങ് അവരിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ അതല്ല, ഭയങ്കരമായിട്ടുള്ള ഒരു ട്രസ്റ്റ്. കുട്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്യുവാണ്. ഈവൻ ആ മാറ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത്, കുട്ടികൾ ഫോൾഡ് ചെയ്യുമ്പോൾ അതുപോലെ അവൻ ചെയ്തത് ഒരു വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ അവനെ ക്ലാപ്പ് ചെയ്യുന്നു, അവൻ
എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ചില വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഭയങ്കര ഒരു ഫെയ്ത്ത് ആണ്. കാരണം ആ കുട്ടിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വളരെയധികം വിശ്വസിച്ച് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എടുക്കുന്ന പല സ്റ്റെപ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. അവരുടെ ഒരു ഒബ്സർവേഷൻ, അവരെപ്പോഴും കണ്ടിന്യൂവലി അവർ കാര്യം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും അവർ അലേർട്ടായിരിക്കും. കുട്ടിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ അവർ ഭയങ്കര അലേർട്ടായിരിക്കും. ഓരോ കുട്ടിയും, അതാണ് ഒരു ഗ്രൂപ്പിനെയല്ല അവർ നോക്കുന്നത്, ഓരോ കുട്ടിയിലും പ്രത്യേകം ആ രീതിയിൽ അവിടെ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. 25 കുട്ടികളാണെങ്കിൽ പോലും അവിടെ 3 ഫെസിലിറ്റേറ്റേഴ്സ് മിനിമം ആ ഒരു മോണ്ടിസോറി സ്കൂളിൽ വെക്കും. പിന്നെ ഡയറക്ടേഴ്സും ഉണ്ടാവും, അതുപോലെ അസിസ്റ്റൻസ് ഉണ്ടാവും വേറെ. അതുകൊണ്ട് അത് നമുക്ക് വലിയൊരു ടാസ്ക് അല്ല കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളോട്, തന്നെ ട്രെയിൻ പോലെ നിർത്തിയിട്ട് 4 ഡയറക്ഷനിലേക്കും ട്രെയിൻ പോകുന്ന രീതിയിൽ, ഒരു ഡയറക്ഷനിലേക്ക് പോകുന്ന ട്രെയിൻ ആ ഓരോ ട്രെയിനിന്റെ കൂടെ ഓരോ ഫെസിലിറ്റേറ്റേഴ്സോ ഫെസിലിറ്റേറ്റർ ഇല്ലാത്ത ഭാഗത്ത് അസിസ്റ്റന്റോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ നിൽക്കും. ഓരോ ഗ്രൂപ്പിനെയും കൊണ്ട് ഓരോരുത്തരാ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല അവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും. ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ 6 പേര് 5 പേര് അത്രയൊക്കെ കാണൂ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Okay, next. The facilitator must be a growing person. The facilitator must be a growing person. She must be involved in the process of becoming a person who has a pragmatic knowledge of self and be able to reflect objectively on one's own capabilities and behavior. The development of self-knowledge is the first step towards becoming a good Montessori facilitator. Next paragraph. The real preparation for education is the study of oneself. The training of the facilitator who is to help life is something far more than the learning of ideas. It includes the training of character. It is a preparation of the spirit. ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് മൈൻഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൈൻഡിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ഡെവലപ്മെന്റ് എന്നാണ്. സ്പിരിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മൈൻഡ് ആണ്. ഫെസിലിറ്റേറ്റർ ഒരു ഗ്രോയിങ് പേഴ്സൺ, നമ്മൾ എപ്പോഴും പറയില്ലേ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് ഏത് പ്രൊഫഷണലിലാണെങ്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈവൻ ടീച്ചേഴ്സ് പ്രത്യേകിച്ചും പുതിയ ടെക്നോളജി വരുമ്പോൾ അതിനനുസരിച്ച് അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറയും. ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രാൻഡ് പാരന്റ്സും കാണും. ഈ ഗ്രാൻഡ് പാരന്റ്സ് ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് ഗ്രാൻഡ് ചിൽഡ്രനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. സോ ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട്. ഭയങ്കര അപ്ഡേറ്റ്. അപ്പൊ പിള്ളേര് തന്നെ പറയും ഞങ്ങളുടെ അമ്മൂമ്മ ഭയങ്കര അപ്ഡേറ്റഡ്, എല്ലാത്തിനെ പറ്റി അറിയാം. അങ്ങനെ അവർ ഭയങ്കര അഭിമാനത്തോടു കൂടി കുട്ടികൾ പറയണേക്കാം. അപ്പം അതാണ് ഏതൊരു ഫീൽഡിലാണെങ്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അത് തന്നെ ഇവിടെ പറയുന്നത് മസ്റ്റ് ബി എ ഗ്രോയിങ് പേഴ്സൺ. ഈ പ്രഗ്മാറ്റിക് നോളജ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ്, അത് അബൌട്ട് ഫാക്ട്, മാറ്റർ ഓഫ് ഫാക്ട്, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത ഒരു പ്രാക്ടിക്കൽ നോളജ് തന്നെ അവർക്കുണ്ടായിരുന്നു. അല്ലാതെ ആവശ്യമില്ലാത്ത ബിലീഫുകളോ അങ്ങനെയുള്ളതല്ല. എവറിത്തിങ് ഷുഡ് ബി പ്രാക്ടിക്കൽ. ആ ഒരു പ്രാക്ടിക്കൽ നോളജ്, അതാണ് പ്രഗ്മാറ്റിക് നോളജ് എന്ന് പറയുന്നത്. ഒരു നമ്മൾ സെൽഫ് അവയർനെസ് എന്ന് പറയില്ലേ, നമുക്കിപ്പോ നമ്മളെ പറ്റി, നമ്മളുടെ ഒരു പൊട്ടൻഷ്യലിനെ പറ്റി നമുക്ക് അറിയുകയും വേണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഞാൻ എവിടെ കറക്റ്റ് ചെയ്യാനുണ്ട്, ഞാൻ എവിടെ കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ടെന്നുള്ള ആ ഒരു സെൽഫ് അവയർനെസ് നമുക്ക് വേണം. നമുക്കെല്ലാം അറിയാമെന്നല്ല, എനിക്ക് എവിടെയൊക്കെയോ ശരിയാവാനുണ്ട്, ഞാൻ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശരിയാവാനുണ്ട്. ആ ഒരു സെൻസ് നമ്മളിൽ എപ്പോഴും വരണം എന്നാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റർ ആണെങ്കിലും ആണെങ്കിലും കേട്ടോ. അപ്പൊ അങ്ങനെ അതാണ് നമ്മൾക്കെല്ലാം അറിയാം, വി ഹാവ് ഓൾ ദ നോളജ്, അങ്ങനെ ഉള്ള രീതിയിലല്ല കുട്ടികളുടെ അടുത്തേക്ക് പോകേണ്ടത്. നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണം, അതിനൊപ്പം തന്നെ നമ്മളുടെ സെൽഫ് നോളജ് ഡെവലപ്പ് ചെയ്യിക്കുകയും വേണം. അതാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആവാനുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. അല്ലാണ്ട് എല്ലാം അറിയുന്ന ഒരാളായിട്ടല്ല നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകുന്നത്. നമുക്ക് എവിടെയൊക്കെയോ വളരാനും ഉണ്ടെന്ന് ഉള്ളത് മനസ്സിലാക്കി ഇതിന്റെ ഒപ്പം തന്നെ നമ്മളത് ആ ഒരു വളർന്ന് വരും എന്നുള്ളതാണ്. ഇവിടെ മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്
വേറൊരാളെ പറ്റി പഠിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. അവരുടെ ഒരു ബിഹേവിയർ സ്റ്റഡി, അതായത് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ. സബ്ജക്ട് സ്റ്റഡിങ് അല്ല, ശരിക്കും ആളുകളുടെ ബിഹേവിയർ, അവരുടെ ഡിഫറൻസസ് എല്ലാം മനസ്സിലാക്കി അവരുടെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. ഓക്കെ, അത് ആണ്. പിന്നെ ദ ട്രെയിനിങ് ഓഫ് ദ ഫെസിലിറ്റേറ്റർ ഹു ഈസ് ടു ഹെൽപ് ലൈഫ് ഈസ് സംതിങ് ഫാർ മോർ ദാൻ ദ ലേണിംഗ് ഓഫ് ഐഡിയാസ്. ഇവിടെ ശരിക്കും ലൈഫ് ലേണിംഗ് പ്രോസസ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ട്രെയിനിങ്, ആ ഫെസിലിറ്റേറ്ററുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് സ്റ്റഡി അല്ലാതെ എങ്ങനെ ലൈഫിൽ നമ്മൾക്ക് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്കൊരു സബ്ജക്ട് സ്റ്റഡി അല്ല ശരിക്കും തരേണ്ടത്, ലൈഫ് ലേണിംഗ് പ്രോസസ്. എന്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഞാൻ ഇനി എവിടെ, എനിക്ക് കൂടുതൽ ഞാൻ ഡെവലപ്പ് ആകാനുള്ളത് എന്താണ്, എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഞാൻ അത് കൂട്ടിയിട്ട് എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, അതാണ് ശരിക്കും നിങ്ങളുടെ ഒരു സ്റ്റഡിയുടെ ഉദ്ദേശം. അതാണ് ശരിക്കും സ്റ്റഡി, ആ ഒരു ലേണിംഗ്. മറ്റുള്ളവരുടെ ബിഹേവിയർ മനസ്സിലാക്കുക, അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കുക, അവരുടെ പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കി അവരോട് എങ്ങനെ അവരുമായിട്ട് നമുക്ക് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിപ്പോ നമ്മുടെ മുമ്പിൽ കുട്ടികളാണ്, നമുക്ക് എങ്ങനെ സഹായിക്കാനായിട്ട് പറ്റും, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ശരിക്കും ഒരു ഫെസിലിറ്റേറ്ററുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ചെറിയ പാരഗ്രാഫ് ഞാൻ വായിക്കുവാണ്. പ്രിപ്പറേഷൻ ഓഫ് ദ സ്പിരിറ്റ് എന്നല്ലേ പറഞ്ഞത്? Yes, ma'am. So, okay, Montessori felt that. But Montessori, Maria Montessori felt that a good Montessori facilitator must always comprehend his or her relations with children. She needs to understand what it is that stands in the way between an adult and a child. നമുക്കറിയാം വീടുകളിൽ അഡൾട്ട് ഉണ്ട്, കുട്ടിയുണ്ട്. ഈ അഡൾട്ടിൽ വരുന്നതാണ് പാരന്റ്സ്. അതുപോലെ സ്കൂൾ സെറ്റിംഗ്സ്, എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ വരുമ്പോഴും അഡൾട്ട് ആണ്, കുട്ടിയാണ്. അവിടെ അഡൾട്ട് വരുന്നത് ഈ വരുന്ന സാധാരണ സ്കൂൾ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ്. മോണ്ടിസോറി എൻവയോൺമെന്റ് ആകുമ്പോൾ അവിടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഉണ്ടാകും, അസിസ്റ്റൻസ് ഉണ്ടാകും, ഡയറക്ടർസ് ഉണ്ടാകും. അപ്പൊ ഈ അഡൾട്ടിനും ചൈൽഡിനും ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ, അത് ശരിയായ രീതിയിൽ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ മനസ്സിലാക്കണം. കുട്ടികളുമായിട്ട് ആ ഒരു കാര്യം അത് ഡീൽ ചെയ്യുമ്പോൾ നല്ല പോലെ അവർക്ക് അതിനുള്ള, നമ്മൾ ചിലപ്പോ പറയില്ല കോംപ്രിഹെൻഷൻ, നമുക്ക് ലാംഗ്വേജിന്റെ ഏരിയയിൽ പറയുവാണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് അറിയണം. അതുപോലെ ഇവിടെ ആ റിലേഷൻസ് അത് നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫെസിലിറ്റേറ്ററും കുട്ടിയുമാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻസ് നല്ല രീതിയിൽ ഫോം ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് പറ്റും. അവരുടെ കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും, അവരുടെ കുട്ടികൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയും. അപ്പൊ ആ ഒരു എംപത്തറ്റിക് ആയിട്ട് അവർ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ട് അവരുടെ ആ ഫീല് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു എബിലിറ്റി മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണമെന്നാണ് പറയാൻ. അപ്പൊ ഒരു അഡൾട്ടും കുട്ടികളും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചാണ് നെക്സ്റ്റ് ഇങ്ങനെ പറയുന്നത്. അഡൾട്ട് എപ്പോഴും ശരിക്കും അഡൾട്ട്, കുട്ടികൾക്ക് ആ ഒരു ഈഗോ എന്നുള്ള രീതിയിലൊന്നും വളർന്നു വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അഡൾട്ട് എപ്പോഴും എന്താ, ഇപ്പൊ പാരന്റ്സിന്റെ കേസ് പറയുവാണെങ്കിൽ തന്നെ പാരന്റ് ബുള്ളിങ് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ സർവേ ചെയ്ത് കഴിഞ്ഞോ? സർവേയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാരന്റ്സിനെ ആരെങ്കിലും ചെന്ന് കണ്ടപ്പോ അവിടെ ഒരു പാരന്റ് പുള്ളിങ് ഉള്ള ഏതെങ്കിലും പാരന്റ്സിന് ആർക്കെങ്കിലും തോന്നിയോ? അങ്ങനെ ഞങ്ങൾ പറയുന്ന പോലെ കുട്ടി കേൾക്കണം, ഞങ്ങൾ പറയുന്ന വഴിയെ കുട്ടി പോകണം, ഞങ്ങൾ പറയുന്ന ജോലി, ഞങ്ങൾ പറയുന്ന കോഴ്സ് പഠിക്കണം, ആ ഒരു രീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പാരന്റ് സംസാരിച്ചോ? ഇല്ല. പക്ഷെ നമ്മളുടെ ഈ ഒരു ജനറേഷൻ കഴിയുന്തോറും അതിന് മാറ്റം വരുക. ഞാൻ ചെയ്ത സമയത്ത് ഞാനിപ്പോ 5 പേരെ കണ്ടതിൽ ഒരാൾ അങ്ങനെ സംസാരിച്ചു, ഒരാൾക്ക് ആ ഒരു ഫീൽ ഉണ്ട്. അത് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചതായിരിക്കാം. 2 രീതിയിൽ സംഭവിക്കാം.
അവര് ലൈഫിൽ അവരുടെ പാരന്റ്സ് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ചിന്തിക്കും, എന്റെ കുട്ടികൾക്ക് അവരുടെ വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഒരു കാറ്റഗറി ചിന്തിക്കും. പക്ഷെ വേറൊരു കാറ്റഗറി ഇല്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാലേ അത് ശരിയാവുള്ളൂ, എനിക്ക് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എത്തി, അതുകൊണ്ട് ഇവരും ഇങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. മോസ്റ്റ്ലി പാരന്റ്സ് ഒരു ഈഗോസെൻട്രിക് ആയിരിക്കും, അവരുടെ ഒരു പാരന്റ് പുള്ളിങ് ഉണ്ട്. കുട്ടി ജനിച്ച് കുറച്ച് സ്കൂളിംഗ് ഒക്കെ ആകുമ്പോഴേ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ അവരങ്ങ് തീരുമാനിക്കും കുട്ടി ഇതിന് പോകണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ. ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതെപ്പോഴും അവര് പറയുന്ന കാര്യങ്ങള് രീതിയിൽ തന്നെ കുട്ടി പോകണം. അതാണ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഈഗോ പാരന്റ് സെന്റേർഡ് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ. അത് പാരന്റ്സ് പറയുന്ന രീതി തന്നെ ഫോളോ ചെയ്ത് കുട്ടി പോകണം എന്നുള്ളത്. ഇൻ റിലേഷൻ ടു ദ ഈഗോ, കുട്ടി ഈഗോ കാണിക്കുന്നു എന്നല്ല, ഈഗോ സെൻട്രിക്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വരും. അതായത് പുള്ളി ഞാൻ ചെറുപ്പമായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ചെയ്തു, അവരുടെ ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് എപ്പോഴും പാരന്റ്സ് പറയില്ലേ, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ ഇങ്ങനെയായിരുന്നു, അപ്പൊ നിനക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ, ആ ഒരു രീതിയിലൊക്കെ ചില പാരന്റ്സ് സംസാരിക്കാറുണ്ട്. ഞാൻ ഇത്രയും ദൂരം പോയാണ് സ്കൂളിൽ പോയത് എന്ന് പറയുമ്പോഴേക്കേ പിള്ളേര് തുടങ്ങും അല്ലെ, പിള്ളേര് പറയുമോ തുടങ്ങി അന്നത്തെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ കോമൺലി കേൾക്കാറുണ്ട് അല്ലെ. ഞങ്ങൾക്ക് പെൻസിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പെൻസിൽ തീരുമ്പോഴേക്കും അടുത്ത പെൻസിൽ കിട്ടാനായിട്ട് ഇവിടെ ഇങ്ങനെ ബണ്ടിൽ വാങ്ങിച്ചു വെച്ചേക്കുവാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമ്പാരിസൺ അവര് പറയില്ലേ. അതാണ് അവരുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് കുറെ റെഫറൻസുകളും പോയിന്റ്സും ഇവർ പറയും. ഞാൻ പറയുന്നുണ്ട് നമ്മളെല്ലാരും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇവരിങ്ങനെ ഇത് സ്കൂളിൽ അവരുടെ സൗകര്യം ഗേറ്റിന്റെ മുമ്പിൽ ബസ് വരുന്നു, സ്കൂളിൽ കൊണ്ടിറക്കും. നമ്മൾ ചിലപ്പോ നടന്നൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്, മഴയത്തൊക്കെ നനഞ്ഞു ഉതിർന്നായിരിക്കും സ്കൂളിലേക്ക് എത്തുന്നത്. അങ്ങനത്തെ കേസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം. ബട്ട് അതിലൊരു എന്താ പറയാ, ഒരു ലോജിക് ഇല്ല, അത് ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓക്കെ. സോ നിങ്ങളുടെ വർക്കുകളൊക്കെ കുറേശ്ശെ ആയിട്ട് ചെയ്യുക, ഡിലേ വെക്കരുത്. കാരണം നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഒരു തിരക്കായി പോകും. പ്രാക്ടിക്കൽസ് കഴിയുമ്പോൾ ഒരു ബാച്ച് അങ്ങ് ഡിപ്ലോമ ഉള്ളവരങ്ങ് മാറുമല്ലോ, PG ഡിപ്ലോമക്കാരല്ലേ. അപ്പൊ ഡിപ്ലോമക്കാർക്ക് ചിലപ്പോൾ സമയം കിട്ടും ആക്ടിവിറ്റീസ് ചെയ്യാൻ. സോ എനിക്ക് തോന്നുന്നു ഡിപ്ലോമ കഴിഞ്ഞാൽ വൈവ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ റെക്കോർഡ്സ് ഒക്കെ വേഗം എഴുതുക. PGക്കാർക്ക് 2 മോഡ്യൂളും കൂടി ഉണ്ടല്ലോ, ജസ്റ്റ് കണ്ടന്റ് എന്താന്ന് ജസ്റ്റ് പറയാം, PGയിൽ എന്താണുള്ളത് അതിനൊക്കെ അനുസരിച്ച് ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, കാരണം വെച്ചാൽ നമ്മുടെ മക്കളുടെ പരീക്ഷ വരും, ആനുവൽ എക്സാം വരും, അപ്പൊ എല്ലാം കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ വർക്കുകൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ഹാവ് എ നൈസ് ഡേ. Thank you so much. Okay, ma'am. Thank you, ma'am. Good night, ma'am. Good night. Have a nice Thank you, ma'am. Viva 2 സെക്ഷൻ ഉണ്ടോ എന്താ ഉദ്ദേശിച്ച അറിയണ? ഒരു സെഷൻ വൈവേ ഉള്ളൂ, 10 minutes, 10 to 15 minutes മാക്സിമം. 2 സെക്ഷൻ ഉള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? അല്ല മിസ്, വൈവ 2ആയിട്ടുണ്ടോന്ന് ചോദിച്ചായിരുന്നു. 2ആയിട്ടെന്ന് പറഞ്ഞാ ഇപ്പോ ഈ എൻട്രിക്കാർക്കൊക്കെ ഒരു സെറ്റ് വൈവ കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് വൈവ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. 1 ടൈം ഉള്ളൂ നമുക്ക്. ഓക്കെ മിസ്, ഡൗട്ട് കാരണം ചോദിച്ചത്. ശരിക്കും ഞാൻ തന്നെ ആയിരിക്കും, കാരണം എല്ലാവർക്കും ചിലപ്പോ ഞാൻ വരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നവരെ ഉണ്ടാവുള്ളൂ, ഞാനും അശ്വതി അങ്ങനെ അതൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. പക്ഷെ എനിവേ ഞാൻ എന്തായാലും പറയും, എനിക്ക് ചെയ്യണം എന്ന് ഞാൻ പറയും. അങ്ങനെ ആയിരിക്കും. കാരണം ഞങ്ങള് പഠിക്കുന്ന സമയത്ത് വൈവ ചെയ്തിരുന്ന വെച്ചാൽ പല സെന്റേഴ്സ് ഉണ്ടല്ലോ. ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നു എന്റെ സെന്റർ. ഞങ്ങൾക്ക് വൈവാക്കി വരുന്നത് ഞങ്ങളുടെ സെന്ററിലെ മാം തന്നെ വരില്ല, ഞങ്ങൾക്ക് വന്നത് ഇരിങ്ങാലക്കുടയുള്ള മാം ആയിരുന്നു. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി സെന്റേഴ്സ് ഉണ്ട്. നമുക്കിപ്പോ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി അറിയാവുന്നവരാണല്ലോ വൈവ ചെയ്യുള്ളൂ. അതത്ര ടെൻഷനൊന്നുമില്ല, നമ്മളുടെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ. ബട്ട് അത് ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊന്ന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, കാരണം എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും പറഞ്ഞതെല്ലാം നിങ്ങൾ നല്ല ഭംഗിയായി ചെയ്തു, ഇറ്റ്സ് ഫോർ യു, അങ്ങനെ വർത്താനം. മാം, ഞങ്ങളുടെ സീനിയേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പാരറ്റസ് പഠിക്കാൻ വേണ്ടി? അപ്പം മാം ഉണ്ടാവോ മാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഞങ്ങൾ വന്നിട്ട് അവര് വന്നിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ.
അതിന് മുമ്പ് ഓൺലൈൻ സെഷൻ കൊടുക്കും. കാരണം വെച്ചാൽ എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ അവര് പറഞ്ഞത് ഓൺലൈൻ ചെയ്തതിന് ശേഷം അവർ വരാം. അപ്പൊ അവർക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ടൈം ചിലപ്പോൾ കൂടുതൽ എടുക്കും. ഓൺലൈനിൽ ഓൾറെഡി അവരത് കണ്ട് അതിനുശേഷം അവർ വരുമ്പോഴേക്കും നമുക്ക് വിചാരിച്ചതിന് പെട്ടെന്ന് തീർക്കാൻ പറ്റും. കാരണം അവരും ദൂരേന്ന് വരുന്നവരാണ്. അപ്പം സ്റ്റേ ചെയ്തൊക്കെ ഇത് ബുദ്ധിമുട്ടാവുമല്ലോ. നിങ്ങളും പ്ലാൻ ചെയ്യും. കാരണം എല്ലാരും എല്ലാ ബാച്ചും അങ്ങനെ വരാൻ റെഡി ആണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ മറ്റേ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ നോട്ട്ബുക്കിൽ എഴുതിയാലും കുഴപ്പമുണ്ടാവോ? അത് കുഴപ്പമില്ല. A4 തന്നെ സൂക്ഷിക്കാൻ നല്ലത് അതാണ്. പിന്നെ അതൊരു ഫയലാക്കി വെക്കുക അങ്ങനെയുള്ള രീതിയിലായിരുന്നു A4 ചെയ്ത്. അത് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. നമ്മള് അവരെ കാണിച്ച് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് പേപ്പർ ആവുന്നത് നല്ലതെന്ന് പറഞ്ഞത്. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ലല്ലോ. നോട്ട്ബുക്ക് ആകുമ്പോൾ അത് സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. സെക്യൂർ ചെയ്ത് വെക്കാൻ എളുപ്പം. ഓക്കെ. Good night. Thank you, ma'am. Good night. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഷെറീഫ് എന്ന് വന്നില്ലല്ലേ? ബൈ Bye bye. Bye bye. Thank you.